Hello dears, welcome back to our channel. Today we are going to explain one of the most important but often ignored terms in mutual fund investment, the expense ratio. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരാണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ഒരു കാര്യമാണ് എക്സ്പെൻസ് റേഷ്യോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫണ്ട് ഹൗസ് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അതാണ് നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് വിവിധങ്ങളായിട്ടുള്ള സ്റ്റോക്കുകൾ അനാലിസിസ് ചെയ്യുന്നു, നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്ത് തരുന്നു, ഡൂയിങ് ഓപ്പറേഷൻസ്, വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു സെർട്ടൻ എമൗണ്ട് ആയിട്ടൊരു സ്മോൾ ഫീസ് ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പെർസെൻറ്റേജിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 1.5% എന്നാണെങ്കിൽ, ഒരു എക്സാമ്പിളാണ്, നമ്മൾ ആനുവലി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 100 രൂപയുടെ 1.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 രൂപ അത് ആനുവൽ ചാർജായിട്ട് അവർ ഈടാക്കും. അപ്പോൾ 1000 രൂപയാണെങ്കിൽ അത് 15 രൂപയായിട്ട് വർഷത്തിൽ അത് അവർ ഈടാക്കും. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫണ്ട് മാനേജർക്കുള്ള സാലറി, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് മുതലായിട്ടുള്ള ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ എക്സ്പെൻസ് റേഷ്യോ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ചുമ്മാ ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനീസും ഏർപ്പെടുത്തുന്നതല്ല, സെബിയുടെ റൂൾസ് അനുസരിച്ച്. ഇപ്പോൾ റെഗുലർ മ്യൂച്വൽ ഫണ്ടിനാണെങ്കിൽ 2% വരെ നമുക്കത് ചാർജ് ചെയ്യാം, 2%, അപ് ടു 2%. ഡയറക്റ്റ് പ്ലാൻ ആണെങ്കിൽ 0.5% to 1%